കാലൊരു പൊടിക്ക് ഇങ്ങോട്ട് വെച്ചോ. ഇങ്ങോട്ട് പോകുമ്പോ തട്ടണ്ട. നിങ്ങൾ തെറിക്കോ? ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പ ഒരു നേരമെങ്കിലും കേൾക്കാതെ വയ്യന്റെ. അപ്പൊ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്ന് വിഷുവായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു 8 വരി പാട്ട് പഠിച്ചു. ഞാൻ പാടുന്ന പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും വലിയൊരു പാട്ടുകാരനാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഒന്നും പാടാറില്ല. പക്ഷെ ഞാൻ പാടും. വിഷുവായിട്ട് നിങ്ങൾക്കൊരു പാട്ട് പഠിത്തരും. നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകതയാണ്. പാടാൻ അറിയെങ്കിലും നമ്മൾ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ നമ്മളൊരു പാട്ട് പാടും. അതെന്തുകൊണ്ടാണ്? മറ്റുള്ളവർ കേൾക്കുന്നില്ല എന്നുള്ള ഉറച്ച വിശ്വാസം കൊണ്ടാണ്. പക്ഷെ എല്ലാവരും കേൾക്കുന്നുണ്ടാവും. അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നമ്മളൊരു മൂളിപ്പാട്ടെങ്കിലും പാടിയിരിക്കും. അതല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേൾക്കാൻ നമ്മൾ നന്നായിട്ട് ആസ്വദിക്കും. അത് കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഞാനിന്ന് നിങ്ങൾക്കൊരു പാട്ട് പാടിത്തരും. നന്നായാലും നന്നായില്ലെങ്കിലും അതെൻ്റെ ഒരു വിഷയമല്ല. നിങ്ങളും ശ്രമിക്കുക. ഇന്ന് വിഷയമായിട്ട് ഒരു പാട്ട് പാടിയിട്ട് ഇതിന് കമൻ്റായിട്ട് ഇടുക എല്ലാവരും കേട്ടോ. ഇന്ന് പാടുക, എൻജോയ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു, സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പം എന്നാ പാട്ട് പാടില്ലേ? ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാരചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാരചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ. എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി, എല്ലാം നമുക്കൊരു പോലെയല്ലേ. അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമി സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ. ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാരചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ.